ഹലോ ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സമ്മർ വെക്കേഷനൊക്കെ തുടങ്ങി, മക്കളെല്ലാവരും വീട്ടിലുണ്ടാവും. അമ്മമാരെല്ലാം ഈ ചിന്തയിലായിരിക്കും, എന്താ ഉണ്ടാക്കി കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് എന്താ ഉണ്ടാക്കുക എന്നുള്ളതിനെപ്പറ്റി ചിന്തയുണ്ടാവും അല്ലേ. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പീസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത ഒരു 30 ദിവസത്തിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഒരു ലോങ് വീഡിയോ ആയിരിക്കും, ബാക്കിയെല്ലാം ഷോർട്സ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാം, ബോറൊന്നും അടിക്കില്ല. അപ്പം എല്ലാവരും കാണുക. അപ്പം നമുക്ക് സമ്മർ വെക്കേഷൻ അടിച്ചു പൊളിക്കണ്ടേ? വായോ, നമുക്ക് ഫസ്റ്റ് റെസിപ്പി എന്താണെന്ന് നോക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന പാൻ കേക്കാണ്. അപ്പോൾ ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ ഒരു കുഞ്ഞ് മാനകക്കുഞ്ഞും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ കണ്ടോ, ഇതാണ് ഞങ്ങളുടെ മാനകക്കുട്ടി. ഇയാളുടെ പേരെന്താന്ന് അറിയണ്ടേ? അയാൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. Hello friends, my name is Pari. Now we are going to make banana pancake. ചെയ്യാൻ പഠിച്ചാൽ നല്ലോണം പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പഴുത്ത പഴമാണ് ഇതിന് ഏറ്റവും നല്ലത്. നമ്മൾ നല്ലോണം പഴുക്കാത്ത പഴമുണ്ട്, പക്ഷെ പഴുത്ത പഴുത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിത് കട്ട് ചെയ്യും, പരി ഇതിനെ നന്നായിട്ട് മാഷ് ചെയ്ത് തരും എനിക്ക്. അപ്പം അങ്ങനെയാണ് പരി ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ പരി, യു ആർ ഗോയിങ് ടു ഹെൽപ്പ് മീ. ഓക്കെ, അപ്പം നമുക്കിതിനെ തിന്നായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ പരിക്ക് ഈസി ആയിട്ട് ഇതിനെ മാഷ് ചെയ്യാൻ പറ്റും. മാഷ് വെരി വെൽ. ശരി, ദെൻ വി ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇതിൻ്റെ മുട്ടയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിലൊരു മുട്ട ഞാൻ പൊട്ടിച്ച് വയ്ക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് പരി അതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് തരും. അതേപോലെ കുട്ടികളൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇൻവോൾവ് വെച്ചാൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. എപ്പോഴും പറ്റില്ല, നല്ല ബന്ധത്തിലൊക്കെ ചെയ്യണം കേട്ടോ. അതുപോലെ ഇതിൽ നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് പഞ്ചസാരയാണ്. ഞാനൊരു 3 ബേക്കിംഗ് സോഡയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊരു 1/4 ടീസ്പൂൺ ആയിരുന്നു, വളരെ കുറച്ച്, ഒരു നുള്ളെന്ന് പറയാം. അത്രയും മതി. ഒരു നമുക്ക് നോക്കിയിട്ട് എത്ര വേണം നോക്കിയിട്ട് വേണം അതിൽ മിൽക്ക് കുറച്ച് ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് ഫ്ലേവറിന് വേണ്ടിയിട്ട് അത് ആഡ് ചെയ്യുന്നുണ്ട്. പരി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ആട്ട ഇടാൻ പോകും, ഗോതമ്പ് മാവ്. ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കാനാണ് കാണിക്കുന്നത് കേട്ടോ. ഒരേ സ്പൂണോട് ഉണ്ടാക്കിയാൽ ഏതാണ്ട് സെയിം സൈസിൽ കിട്ടും. ഇത് നമ്മൾ ദോശ പോലെ പരത്താൻ പാടില്ല, ജസ്റ്റ് ഒഴിച്ചിടാനേ പാടില്ല. അത് ഓട്ടോമാറ്റിക്കായി ഫ്ലോ ആയിട്ട് ഒരു ഡിസൈൻ ആവും. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കില്ലേ? കുറച്ച് മറ്റില്ല, അതിൻ്റെ മുകളിൽ കുറച്ചതൊന്ന് കവർ ചെയ്യും. ഇതിലിങ്ങനെ ബബിൾസ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് മറിച്ചിടാനായി നഷ്ടം. इंग्लिश में बात करोगे? ठीक है, तो इंग्लिश में बात करेंगे. मैं दोनों इंग्लिश में बात करेंगे. मलयालम में कुछ लास्ट में एक वर्ड में बताऊंगी, ठीक है? ഇപ്പം ഞാൻ എന്താ ഇട്ടത്? തേനാണ് ഒഴിച്ചത് കേട്ടോ. എൻ്റെ അടുത്ത് മേപ്പിൾ സിറപ്പ് ഇല്ല. ഇപ്പം അത് കഴിഞ്ഞിട്ട് ചോക്ലേറ്റ്, പരിക്ക് ചോക്ലേറ്റ് സിറപ്പ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്ന് ഞങ്ങൾ സൂപ്പർ ആയിട്ടുള്ള ഒരു പാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പരിയാണ് കേട്ടോ ഫുൾ ചെയ്തത്. സോ ഇപ്പം നമ്മൾ പരിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ പരി അപ്രൂവ് ചെയ്യണം ഇത് എത്ര നല്ലതാണെന്ന്. നമുക്ക് നോക്കാം പരിക്ക് കൊടുത്തിട്ട്. Too much chocolate? अच्छा है, कितना अच्छा है? कितना अच्छा है? പരിക്ക് ഇഷ്ടമായി. അപ്പം നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൻ കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ അല്ലേ? अगर आपको हम लोग की रेसिपी पसंद आए तो लाइक, फॉलो, सब्सक्राइब करना और सब्सक्राइब करना, शेयर भी करना.
Correct. Bye. Bye.